ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്ന റെസിപ്പി ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ്. പക്ഷെ അത് ഉണ്ടാക്കുന്നത് ഇന്ന് എൻ്റെ മോളാണ്. അവള് സാധാരണ ഇവിടെ ഫങ്ഷനൊക്കെ വരുമ്പം ബട്ടർ ചിക്കൻ ഉണ്ടാക്കാറുണ്ട്. അപ്പം അതാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഒരു ചിക്കനാണ്. സാധാരണ നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ നേരം ബോൺലെസ് ചിക്കൻ അല്ല എടുക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ പാർട്ടി ഒന്നും നടത്തുന്നതല്ലല്ലോ. അപ്പം വീട്ടിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കുക ആയതുകൊണ്ട് ഒരു ഫുൾ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് അവൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് തൈര്, ഉപ്പ്, കുറച്ച് നാരങ്ങാനീര് ഇത്രയും ഒഴിച്ചിട്ടാണ് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു അരമണിക്കൂറായി മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാൻ ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ഇപ്പം നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുകൊണ്ടാണ് ഇത്രയും എണ്ണ ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയല്ല, നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇവള് സാധാരണ ഉണ്ടാക്കുന്നത് വീന സ്കറിവേൾഡിൻ്റെ റെസിപ്പീസൊക്കെയാണ്. അവളുടെ മുഖം കാണിക്കാൻ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ മുഖം കാണിക്കാത്ത. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ചിക്കൻ അവിടെ നിന്ന് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മസാലയ്ക്ക് വേണ്ടി ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് റെഡിയാക്കുവാണ്. അപ്പോൾ ഇതിനു വേണ്ടി അവൾ എടുത്തിരിക്കുന്നത് ഒരു 3 സവാള, ഒരു 4-5 വെളുത്തുള്ളി, ഒരു 5 തക്കാളി, ഇത്രയുമാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അവൾ തന്നെ എല്ലാം അരിഞ്ഞെടുക്കുകയാണ്. ഞാൻ അരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും വേണ്ട, അവൾ തന്നെ എല്ലാം ചെയ്തോളാം, തന്നെ അരിഞ്ഞെടുക്കുകയാണ്. സാധാരണ അവൾ കറി വെക്കാൻ കയറുകയാണെങ്കിൽ അവൾ തന്നെ ഒറ്റയ്ക്കെല്ലാം ചെയ്യും. ഞാൻ പിന്നെ ചെല്ലിയേ വേണ്ട, ഒരു ഹെൽപ്പും ചെയ്ത് കൊടുക്കണ്ട, തനിയെ ചെയ്തോളല്ല. അങ്ങനെ തക്കാളിയും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ആദ്യം ഇട്ട ചിക്കൻ എല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ കോരിയെടുക്കുകയാണ്. നമുക്കിനി ബാക്കിയുള്ള ചിക്കൻ കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ചിക്കൻ അവിടെ ഫ്രൈ ആകുമ്പോഴത്തേക്കും നമുക്കിതിന് വേണ്ട മസാലകളൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പം നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം, കാഷ്യൂനട്ട്. അത് കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്, കാരണം കുറച്ച് ക്രീമി ആയിട്ടിരിക്കുന്നതാണ് മോനിഷ്ടം. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിനാണ് അവൾ ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത്. കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ആയപ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും അത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. സവാളയൊക്കെ ഒന്ന് വഴണ്ട് കഴിഞ്ഞപ്പം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് ജീരകം, നല്ല ജീരകത്തിൻ്റെ പൊടി, ഇത്രയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അതിനുവേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വന്നപ്പം ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാം. ഇത് ഇവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ തണുത്തതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നത് കാണാം. അതിനുവേണ്ടി നമ്മൾ മസാല വഴറ്റിയ ആ പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ചൂടായിട്ട് ആ പാത്രം ഒന്ന് ചൂടാക്കിയിട്ട് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബട്ടർ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ടല്ല നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇനിയിപ്പം നമ്മുടെ മസാല അരച്ച് വെച്ചിരിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. മിക്സിക്കകത്തുള്ളത് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ നമ്മൾ കുറച്ച് റിച്ച് ആയിട്ടുള്ള മസാലയാണല്ലോ, നന്നായിട്ട് കാഷ്യൂനട്ടൊക്കെ ഇട്ട് അരച്ചതാണ്. അപ്പോൾ ഒട്ടും കളയാൻ പാടില്ല. അപ്പോൾ നമ്മുടെ മസാല ചെറുതീയിലിട്ട് കൊടുക്കുകയാണ്. അത് കുറച്ച് നേരം ഒന്ന് കുക്കാവണം അതിനു വേണ്ടി. അപ്പോൾ അത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ചെറിയ തീയിൽ കിടന്നൊന്ന് വേവട്ടെ നന്നായിട്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട്. പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചിക്കൻ്റെ പീസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് വലിയ കഷ്ണമായിപ്പോയി. ഇതിലേക്ക് മധുരത്തിന് വേണ്ടി കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ല കേട്ടോ, കസൂരി മെത്തി. അപ്പോൾ അത് ഹസ്ബൻഡ് വാങ്ങിക്കാൻ പോയിട്ട് മറന്നുപോയി. പിന്നെ ഇപ്പം ഈ ലോക്ക്ഡൗണും ഒക്കെ ആയതുകൊണ്ട് പിന്നെ കടയിലൊന്നും പോയതുമില്ല. അതും കൂടി ഇടുമ്പോഴാണ് നല്ലൊരു മണം വരുന്നത്. പക്ഷെ അതിപ്പോൾ നമ്മുടെ കയ്യിലില്ല. കസൂരി മെത്തി അറിയാമല്ലോ എല്ലാവർക്കും, ഉലുവ എല്ലാം ഉണ്ടെങ്കിൽ. ഇത് ഇനി ഒന്നും കൂടി ഇരുന്നൊന്ന് 10 മിനിറ്റ് ഇതിൻ്റെ മസാലയൊക്കെ ചിക്കനിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ചെറിയ തീയിൽ. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് ക്രീമും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയാകും. പിന്നെ നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച്. അധികം ക്രീമിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി ഇത് നല്ല ക്രീമി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് കൂടുതൽ കാഷ്യൂനട്ടൊക്കെ അരച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയായി. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. മോളായതുകൊണ്ട് പറയല്ലേ, ഇവിടെ ചിക്കൻ ബട്ടർ ചിക്കനാണ്. അപ്പം ഞങ്ങൾ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ല, മിക്കവാറും ഇവിടെ ഉണ്ടാക്കിയതാണ്. മോന് ഭയങ്കര ഇഷ്ടമാണ് ബട്ടർ ചിക്കൻ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ഭട്ടൂര, നാൻ ഇവയൊക്കെയാണ്. പക്ഷേ അതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചപ്പാത്തിയുടെ കൂടെ ഇത് കഴിക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇനി നല്ലൊരു